ഡയറക്ടറാണ്, ക്രിയേറ്റീവ് ഡയറക്ടറാണ്, ഇപ്പൊ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു, അതെ. അഭിനയിക്കുന്നു. ഏതാ ഏറ്റവും ഇഷ്ടം ചെയ്യാൻ? ഇതെല്ലാം ഇതിന് നമ്മൾ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് എല്ലാം ഇറങ്ങിത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇതിലേക്കുള്ള വഴികളാണെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ച് ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്നുണ്ട്, കുറച്ചധികം ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു സിനിമയുടെ. അപ്പോൾ കുറച്ചും കൂടി ഈ അഭിനയത്തിനെ സീരിയസ് ആയിട്ട് കാണാം എന്നും കൂടി വിചാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് സംവിധാനം ചെയ്യണം, ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും സംവിധായകനാവണം എന്നുള്ളതാണ് ആഗ്രഹം. അതുതന്നെയാണ് ഭയങ്കര നമ്മളെ മുമ്പിലോട്ട് നീക്കുന്നത്. ആക്ച്വലി PGയും ഇതൊക്കെ കഴിഞ്ഞ് വിഷ്വൽ മീഡിയയാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ പല ജോലികൾ 2 വർഷം കൊണ്ട് ഒരു 4 ജോലി ചെയ്ത് എല്ലായിടത്തുനിന്നും ഇത് നമുക്ക് പറ്റിയ പണിയല്ല തോന്നിയിട്ട് മാറി നടന്ന് സിനിമ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ സിനിമയുടെ പിറകെ തന്നെ നടന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഇപ്പോൾ എൻ്റെ റൈറ്റർ രവിശങ്കർ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ രവിശങ്കർ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പടത്തിൻ്റെ റൈറ്ററാണ്. ഇപ്പോൾ രവിശങ്കർ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ ഞാൻ ഉണ്ടായിരുന്നു ചീഫ് അസോസിയേറ്റ് ആയിട്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം അങ്ങനെ കുറച്ച് കൊള്ളാവുന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ തോന്നി ഇനിയിപ്പോൾ സിനിമ തന്നെയാണ് അടുത്ത ഷോർട്ട് ഫിലിം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് സിനിമയിലേക്ക് ഇറങ്ങി. പക്ഷേ അതൊന്നും നടന്നില്ല, ഒന്നും നടന്നൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കുറേ കാലം കൊച്ചിയിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ടും കോടമ്പാക്കത്തെ പൈപ്പ് വെള്ളക്കാലം പോലത്തെ ഒരു എറ. അപ്പോൾ ശ്യാം പുഷ്കറിനെയൊക്കെ പരിചയമുണ്ടായിരുന്നു. ശ്യാമേട്ടനാണ്, ശ്യാമേട്ടൻ്റെ കൂടെ ഇങ്ങനെ പോയിരിക്കും വൈകുന്നേരമൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ദിലീഷ് പോത്തൻ, ശ്യാമേട്ടൻ, ആ പരിചയം ത്തിലൂടെ രവി ആ സിനിമയിൽ ഗ്യാങ്സ്റ്ററിൽ വർക്ക് ചെയ്യാൻ കയറി. പിന്നെ റാണി പത്മിനി രവിയും കോറൈറ്ററായിരുന്നു രവിശങ്കർ. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ഞാൻ. അപ്പോൾ എന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അഭിനയിക്കാൻ വിളിച്ചതാണ് മഹേഷിൻ്റെ പ്രതികാരത്തിൽ അഭിനയിച്ച പരിചയമുള്ളതുകൊണ്ട് തൊണ്ടി മുതൽ ചെയ്യുമ്പോൾ കാസർഗോഡൻ പശ്ചാത്തലത്തിലാണ് ആ സിനിമ ചെയ്യുന്നതെന്ന് പോത്തൻ തീരുമാനിച്ചതുകൊണ്ട് ഞാനതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കയറി. അങ്ങനെയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറാവുന്നത്. ഈ പറഞ്ഞത് ഈ ആദ്യത്തെ ഈ MTP കിട്ടുന്നവരെ കൊച്ചിയിൽ കുറേ കാലം സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായിരുന്നു ആക്ച്വൽ പ്രോസസ് എന്ന് വെച്ചാൽ സെറ്റിലപ്പ് ഇവരായിട്ട് മീറ്റ് ചെയ്യുക? നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് ഇത് ശ്രമിക്കേണ്ടത്, ഇതിപ്പം ഇപ്പോഴും ചോദിക്കും. പുതിയ ചെറുപ്പക്കാരൊക്കെ നമ്മളോട് ചോദിക്കും, നമ്മൾ എന്താണ് സിനിമയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതെന്ന്. അങ്ങനെ അതിന് യാതൊരു നിയതമായ വഴിയുമില്ല. ഇത് നമ്മൾ ഞാനൊക്കെ ഇവിടെ വന്നത് ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് പിന്നെ ഇനി പറ്റുമായിരിക്കും എന്നൊക്കെയുള്ളൊരു തോന്നിയിട്ട് ഇവിടെ വന്ന് നിൽക്കുക. പിന്നെ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മളുടെ അടുത്തേക്ക് ആ സമയത്ത് ഷോർട്ട് ഫിലിംസിൻ്റെയൊക്കെ കണക്ഷൻസൊക്കെ കുറച്ചധികം ഉണ്ടായിരുന്നു. ആ സമയം ഷോർട്ട് ഫിലിംസ് ഒന്ന് ബൂം ചെയ്ത് നിൽക്കുന്ന സമയം, ബേസിലൊക്കെ ആദ്യം ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് തുടങ്ങുന്ന ആ സമയമൊക്കെ പ്രിയംവദ കാതരയാണ് സമയം. അങ്ങനെയുള്ള കുറച്ച് കണക്ഷൻസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഞങ്ങൾ വേറൊരു വലിയൊരു ഐഡിയ ഒക്കെ ആയിട്ടാണ് വന്നത് ഇങ്ങോട്ടേക്ക്. അത് ഇവിടെ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ അത് ഭയങ്കര പൊട്ടത്തരാണെന്ന് മനസ്സിലായി. അങ്ങനെ അതൊക്കെ നിർത്തിയതാണ്. പിന്നെ കുറച്ച് ഡിസൈൻസ് ചെയ്തിരുന്നു, കുറച്ച് പരസ്യങ്ങളുടെ. പിന്നെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഫോട്ടോഗ്രാഫി അറിയാവുന്നതുകൊണ്ട് പല ആൾക്കാരുടെ ക്യാമറ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോകും. ചില ഹോട്ടൽസിൻ്റെ ഇൻറ്റീരിയർ ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള വരുമാനം. പിന്നെ എഡിറ്റിങ്ങും പഠനത്തിലുണ്ടായിരുന്നതുകൊണ്ട് ഈ സ്കൂളിൻ്റെയൊക്കെ ഡോക്യുമെൻ്ററീസൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ചെറിയ ഡോക്യുമെൻ്ററീസൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് വരുമാന മാർഗ്ഗങ്ങൾ. ബാക്കി ഈ സിനിമയിലേക്ക് ശ്രമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമലേട്ടൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദിവസം അതിൽ പോകുമ്പോൾ അവരുടെയൊക്കെ കാറുകൾ അവിടെ നിർത്തിയിട്ടുണ്ടാവും. അവരൊന്നെങ്കിലും ഷട്ടിൽ കളിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നോക്കി നിൽക്കും. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ശ്രമമൊന്നും. സിനിമക്കാരൊക്കെ അടുത്തുണ്ടല്ലോ. കാസർഗോഡ് നിന്ന് വരുമ്പോൾ ഇതൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി അടുത്തെത്തി എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു സമയമാകുമ്പോൾ അത് നടന്നതാണ്. ഞാൻ പറയുന്നത് നമ്മളെ
ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാം അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ വരും. അങ്ങനെ നടന്നതാണ്. എന്താ പിന്നെ ചാൻസ് ചോദിച്ച് നടക്കുക എന്ന് പറയുന്ന അങ്ങനെ ഉണ്ടായിട്ടില്ല. ചാൻസ് ചോദിച്ച് നടക്കാന്നല്ല, ഇവരായിട്ട് ഒരു ആ സർക്കിളിലോട്ടൊരു എൻട്രി കിട്ടിയത്. ശ്യാമേട്ടന് ഷോർട്ട് ഫിലിമൊക്കെ, ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഇഷ്ടമായതുകൊണ്ട്, പിന്നെ പിള്ളേരാണല്ലോ ഞങ്ങളിങ്ങനെ വട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സിനിമകളുടെ നമ്മളുടെ ഓരോരോ കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്യാമേട്ടൻ ഒക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവരൊക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് വിളിക്കും. അതാണ് നമുക്ക് ആകെ ഉണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു ആകെ ഉണ്ടായിരുന്ന അങ്ങനെ സൗഹൃദ സദസ്സ്. മുന്നോട്ടുള്ള വേറൊരു, പക്ഷെ അവരോട് അങ്ങനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമ്മളങ്ങനെ ചാൻസ് ചോദിച്ച് അത് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരോടൊന്നും ചോദിച്ചില്ല. പക്ഷേ നമ്മളിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്, അത് കാര്യമായിട്ട് തന്നെയാണ് ശ്രമിക്കുന്നതെന്നൊക്കെ തോന്നിയതുകൊണ്ടായിരിക്കാം അവരെന്നെ വിളിച്ചു സിനിമ പരിപാടികളിലേക്ക് കൂടെ നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാലം അവിടെ സേഫായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ആക്ച്വലി അഭിനയമൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് നടന്ന. ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. ഞാൻ ലിജോ ജോസ് പെല്ലിശ്ശേരിനെയാണ് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷേ പുള്ളി അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരോടും അങ്ങനെ കഥ പറയാനൊക്കെ പോയിട്ടുണ്ട്, കുറച്ചധികം കഥ പറയാൻ പോയിട്ടുണ്ട്. വേറെ ആരോടും അങ്ങനെ ചോദിച്ചതായിട്ട് ഇല്ല. LJPയോട് ചോദിച്ചു. അപ്പോൾ പുള്ളി ഞാനിപ്പോൾ എടുക്കുന്നില്ല, എന്തെങ്കിലും ഒരു മറുപടി വരും. അപ്പോൾ നമ്മൾ വീണ്ടും, അതായത് അത് ഒരു ചോദ്യത്തിന് തന്നെ ഒരു മാസമൊക്കെ കഷ്ടപ്പെട്ടിട്ട് കരുത്തുണ്ടാക്കിയിട്ടാണ് ചോദിക്കുന്നത്, വിളിക്കുക എന്നൊക്കെ പറയുന്നത്. വന്നിരുന്നു. ഞാനങ്ങനെ പിന്നെ ഇപ്പോൾ ഇന്നലെ ഒരു കോള് വന്നിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റില്ല. ഞാൻ ആ സമയത്ത് വേറെ സിനിമയുടെ ഡേറ്റില്ല. എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കോളായിരുന്നു. ഇതൊന്നും മറ്റേ ആഗ്രഹത്തിന് പുറത്തൊന്നും ഇപ്പോൾ ഞാനൊരു നായകനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ ലീഡ് ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. ഞാനിപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നത് പിന്നെയാണ്, ഇങ്ങനെയാണല്ലോ അത് എന്നുള്ളത്. അപ്പം ഇത് തമിഴ് എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടനാവണം തന്നെ വലിയ ആഗ്രഹമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, നമുക്ക് എന്തൊക്കെ ആയിത്തീരണം എന്നൊക്കെ ഉള്ളത്. അതിൽ നടനായപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ എനിക്ക് ഇത് ഇനി എങ്ങോട്ടൊക്കെ പോകുന്ന അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ കാർത്തിക് സുബ്ബരാജാണ് വിളിച്ചത്. അപ്പോൾ പുള്ളിയുടെ പടത്തിലേക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്. പുള്ളിയുടെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഒരു വിളി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാകത്തിനുള്ള ഡയറക്ടേഴ്സ് എന്നൊക്കെ വിളി വരുമ്പോൾ നമുക്ക് എന്തായാലും പോകണമെന്നുണ്ട്. പക്ഷെ ആ സമയം എനിക്ക് ഇവിടെ സിനിമ ഉണ്ട്, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനി വിളിക്കുമായിരിക്കും, നോക്കാം. വിളിക്കട്ടെ.